ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് വാട്ട് ഐ ഈറ്റിൻ്റെ ഡേ ആണ്. കഴിഞ്ഞ ദിവസത്തെ വാട്ട് ഐ ഈറ്റിൻ്റെ ഡേ ആണ്. അപ്പോൾ ഇന്ന് ഫ്രൈഡേ ആണ്. ഫ്രൈഡേ എന്ന് പറയുമ്പോഴത്തേനും നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ചിക്കൻ കറിയും അതുപോലെ തന്നെ സാമ്പാറും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിരുന്നു. അപ്പോൾ അതെല്ലാം കുറച്ച് ബാക്കിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ രാവിലെ കുറച്ച് കുട്ടി ദോശ ചുട്ടു. പിന്നെ അതിൻ്റെ കൂടെ കഴിഞ്ഞ ദിവസത്തെ കുറച്ച് ചിക്കൻ കറിയും കുറച്ച് സാമ്പാറും ഒക്കെ കൂട്ടിയിട്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഫ്രൈഡേ ബ്രേക്ക്ഫാസ്റ്റിന് ഫ്രഷായിട്ട് ദോശയാണ് ചുട്ടത്. കറികളൊക്കെ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നതാണ്. കാരണം നമ്മുടെ ലെഫ്റ്റ് ഓവർ ഐറ്റംസ് വേസ്റ്റ് ആക്കാതെ തീർക്കാനായിരുന്നു. അതിനുശേഷം ഇനിയിപ്പോൾ വീക്കെൻഡ് ആണല്ലോ, അപ്പോൾ സാറ്റർഡേയ്സിലൊക്കെ നമുക്ക് ഫ്രഷായിട്ട് സ്പെഷ്യലായിട്ടുള്ള വീക്കെൻഡ് സ്പെഷ്യൽ ഡിഷസ് നമുക്ക് പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ ഇക്കായും ഒക്കെ വീട്ടിലുള്ള ദിവസമാണല്ലോ, അപ്പോൾ നെക്സ്റ്റ് സാറ്റർഡേയിലൊക്കെ നമുക്ക് ഫ്രഷായിട്ട് വീക്കെൻഡ് സ്പെഷ്യൽ ഐറ്റംസും കാര്യങ്ങളും എല്ലാം നമ്മൾ വേറെ ഐറ്റംസൊക്കെ റെഡിയാക്കി കഴിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വേസ്റ്റ് ആക്കണ്ടെന്ന് വിചാരിച്ചിട്ട് മിച്ചമുള്ള ആ ഒരു കറിയാണ് നമ്മൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇന്ന് ദോശയും ചിക്കൻ കറിയും എന്ന് ഞാൻ പറഞ്ഞല്ലോ, ഭയങ്കര അസാധ്യ കോമ്പിനേഷനാണ് ഇഡ്ഡലിയും ചിക്കൻ കറിയും. അതുപോലെ തന്നെ ദോശയും ചിക്കൻ കറിയും എന്നൊക്കെ പറയുമ്പോഴത്തേനും നമ്മൾ തമിഴ്നാട്ടിലൊക്കെ പോകുമ്പോഴത്തേനും നമുക്ക് അവിടുത്തെ ഒരു റെസ്റ്റോറൻറ്റ്സിലൊക്കെ കയറുമ്പോഴത്തേനും അവിടെ ഇഡ്ഡലി മട്ടൻ കറി അതുപോലെ തന്നെ ഇഡ്ഡലി ചിക്കൻ കറി എന്നൊക്കെ പറയുന്നതാണ് അവിടെ ഏറ്റവും കൂടുതലായിട്ട് എല്ലാവരും വന്ന് വാങ്ങിച്ച് കഴിക്കുന്ന ആ ഒരു കോംബോ എന്ന് പറയുന്നത്. നമ്മുടെ ഇങ്ങോട്ടാണ് ദോശയും ഇഡ്ഡലിയും ഒക്കെ ഇറച്ചിക്കറിയുടെ കൂടെയോ ചിക്കൻ കറിയുടെ കൂടെയൊക്കെ കഴിക്കൽ കുറവെന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു നമ്മുടെ ഇങ്ങോട്ടൊക്കെയാണ്. തമിഴ്നാട്ടിലൊക്കെ ഇതെന്ന് പറയുന്ന ഒരു സൂപ്പറായിട്ടുള്ള ഒരു കോമ്പിനേഷനാണ്. എനിക്ക് പണ്ട് മുതലേ ഈ ഒരു ഇഡ്ഡലിക്കും അതുപോലെ തന്നെ ദോശയ്ക്കൊക്കെ ഈ ഒരു ഇറച്ചിക്കറിയുടെ അല്ലെങ്കിൽ ചിക്കൻ കറിയുടെ മട്ടൻ കറിയുടെ ബീഫ് കറിയുടെ ആ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എൻ്റെ ഇന്നലത്തെ വാട്ട് ഐ ഈറ്റിൻ്റെ ഡേ കണ്ടവർക്കറിയാം, ഞാൻ സാമ്പാറും കാര്യങ്ങളൊക്കെ ചോറിന് ലഞ്ചിന് വേണ്ടിയിട്ട് റെഡിയാക്കിയിരുന്നു. അപ്പോൾ അത് കുറച്ച് മിച്ചം ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂട്ടിയിട്ട് ഞാൻ ദോശ, അതായത് ചിക്കൻ കറിയും സാമ്പാറും ദോശയും കൂട്ടിയിട്ട് രാവിലത്തെ ടേസ്റ്റി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷം കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേനും കുറച്ച് വാട്ടർ മെലൺ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് ഞാനും മക്കളും കൂടി അത് കഴിച്ചു. ഇന്നത്തെ എന്ന് പറയുന്നത് ലഞ്ചിൻ്റെ കുക്കിംഗ് ആയിട്ട് കിച്ചണിലാണ് ഒരു സ്പെഷ്യൽ ഐറ്റമാണ്. എൻ്റെ ഭയങ്കര ഫേവറേറ്റ് ഐറ്റമാണ്. ഈ ഒരു ഐറ്റം ഉണ്ടെങ്കിൽ നമ്മൾ അളവറിയാതെ, അതായത് ക്വാണ്ടിറ്റി അറിയാതെ നമ്മൾ ചോറ് കഴിച്ചു പോകും. അതായത് ഈ ഒരു ഡിഷ് ഇഷ്ടമുള്ളവർ ഞാൻ ഏറ്റവും ആദ്യം എന്ത് ചെയ്തു, കുറച്ച് മുരിങ്ങയ്ക്കായും അതുപോലെ തന്നെ തക്കാളിയും അതുപോലെ തന്നെ ഉണക്ക ചെമ്മീനും കൂടി ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് നന്നായിട്ട് വേവിച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് കൂടുതൽ പച്ച തേങ്ങ നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ച് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒരു പിടി കൊച്ചുള്ളിയും കൂടി ചേർത്ത് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ച് ചേർത്തു. ഇനി വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇനി താളിച്ചൂറ്റിലാണ് കടുകും അതുപോലെ തന്നെ കൊച്ചുള്ളിയും കറിവേപ്പിലയും വറ്റൽമുളകും ഒക്കെ ഇട്ടിട്ട് നമ്മൾ താളിച്ചൂറ്റും. അപ്പോൾ ഈ ഒരു ഒഴിച്ചുകറി പറയുന്നത് നമ്മുടെ മുരിങ്ങയ്ക്ക തക്കാളി ചെമ്മീൻ ഒഴിച്ചുകറി ഉണ്ടല്ലോ, എൻ്റെ ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കറിയാണ്. അപ്പോൾ ഞാൻ ഇന്നിട്ടത് ഉണക്ക ചെമ്മീനാണ്. അപ്പോൾ ഇതിൻ്റെ സ്ഥാനത്ത് നമുക്ക് പച്ച ചെമ്മീൻ ഉണ്ടല്ലോ അതാണെങ്കിലും ഇടാം. അപ്പോൾ വളരെ അടിപൊളിയാണ്. അപ്പോൾ ചോറ് ഈ ഒരു കറി ഉണ്ടെങ്കിൽ, ഈ ഒരു ഒഴിച്ചുകറി ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചിക്കൻ ഫ്രൈയോ ഫിഷ് ഫ്രൈയോ അല്ലെങ്കിൽ ഒരു പപ്പടമോ ഒക്കെ ഉണ്ടെങ്കിൽ നല്ല ചൂട് ചോറിൽ ഈ ഒരു ഒഴിച്ചുകറി ഒഴിച്ച് കഴിക്കാനായിട്ടൊരു അസാധ്യ ടേസ്റ്റാണ്. നമ്മുടെ വീട്ടിൽ അമ്മച്ചി എപ്പോഴും വെക്കുന്ന ഒരു കറിയാണ്. അപ്പോൾ ഞാനങ്ങനെ ഇങ്ങനത്തെ ഐറ്റംസൊക്കെ അങ്ങനെ മറന്ന് കിടക്കുകയാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ വെക്കും. അപ്പോൾ ഈ ഒരു കറി എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞപ്പോഴാണ് ഇത്രയും ഈസിയാണെന്നും അതുപോലെ തന്നെ വീട്ടിൽ അമ്മ ഉണ്ടാക്കി തരുന്ന ആ സെയിം ടേസ്റ്റിൽ തന്നെ എനിക്കിവിടെ റെഡിയാക്കി കഴിക്കാനും പറ്റി. അപ്പോൾ അടിപൊളിയാണ്. ഇനി ഇടയ്ക്കിടയ്ക്ക് ഈ ഐറ്റം റെഡിയാക്കണം. അപ്പോൾ ശരിക്കും ഇതിൻ്റെ കറി എന്ന് പറയുന്നത് എന്താണെന്ന് എനിക്കറിയില്ല. ഞാനിട്ടിരിക്കുന്ന കറി എന്ന് പറയുന്നത് മുരിങ്ങയ്ക്ക തക്കാളി ചെമ്മീൻ ഒഴിച്ചുകറി എന്നാണ് ഞാനിട്ടിരിക്കുന്നത്. അടിപൊളിയാണ്. ഇനിയിപ്പോൾ അടുത്ത നമ്മുടെ ലഞ്ചിൻ്റെ കറി എന്താണെന്ന് നോക്കാം. ഞാൻ എന്ത് ചെയ്തു, പാനിലേക്ക് ആവശ്യത്തിന് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു. അതിനുശേഷം അതിലേക്ക് കൊച്ചുള്ളി അരിഞ്ഞതാണ്, കുറച്ച് കൂടുതൽ കൊച്ചുള്ളി അരിഞ്ഞതും അതുപോലെ തന്നെ കറിവേപ്പിലയും അതുപോലെ തന്നെ കുറച്ച് ഗാർലിക്കൊക്കെ ഇട്ട് കൊടുത്തു. അത് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ഇപ്പം ഞാൻ ചെയ്യാൻ പോകുന്നത് ആവശ്യത്തിന് നമ്മുടെ കുറച്ച് വറ്റൽമുളകുണ്ടല്ലോ, ചില്ലി ഫ്ലേക്സ് അതിട്ട് കൊടുത്തു. അതൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ ഓമയ്ക്കാണ്, നമ്മുടെ വളരെ ശരീരത്തിനൊക്കെ അടിപൊളിയാണ്, നല്ല ഹെൽത്തി ആയിട്ടുള്ള മെഴുക്കുവരട്ടിയാണ് ഞാൻ ഇന്ന് വെക്കുന്നത്. നമ്മുടെ പപ്പായയോ പച്ചപ്പപ്പായ ഓമയ്ക്കാന്നോ കർമൂസെന്നോ എന്ത് വേണമെങ്കിൽ പറയാം. ഒരുപാട് പേര്, ഇപ്പോൾ ഡിഫറെൻറ്റ് പേരുകളുള്ള
അപ്പോൾ ഇന്ന് മെഴുക്ക് പുരട്ടിയായിട്ട് ഇന്ന് കഴിക്കാൻ തോന്നിയത് പപ്പായ മെഴുക്ക് പുരട്ടിയാണ്, അല്ലെങ്കിൽ പപ്പായ താളിച്ചത്. അപ്പോൾ ഇതിൽ എരിവിന് വേണ്ടിയിട്ട് നമ്മൾ ചേർത്തിരിക്കുന്നത് ചില്ലി ഫ്ലേക്സ് ആണ്. വേണമെങ്കിൽ ഗ്രീൻ ചില്ലി, നമ്മൾ ഗ്രീൻ ചില്ലി ഒഴിവാക്കിയിട്ടുണ്ട്, മുളക് പൊടി ഒഴിവാക്കിയിട്ടുണ്ട്. പിന്നെ ചെറിയൊരു കളറിന് വേണ്ടിയിട്ട്, ചെറിയൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ചില്ലി ഫ്ലേക്സ് നമ്മൾ ഇട്ടപ്പോൾ കുറച്ചാണെങ്കിലും അതിലാവശ്യത്തിന് വേണ്ട എരിവും കാര്യങ്ങളും വന്നിട്ടുണ്ട്. പിന്നെ നമ്മളിതാ ഉപ്പ് നോക്കിയിട്ട് ഒന്നും കൂടി ഒന്ന് ബാലൻസ് ചെയ്ത് കുറച്ച് ഉപ്പും കൂടി ഇടുകയാണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മൾ ഇതും നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കറിയാണ്. അപ്പോൾ നമ്മുടെ ലഞ്ചിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ഐറ്റംസ്, അതായത് കേരള സ്റ്റൈൽ തനി നാടൻ ഐറ്റംസ് ഓരോന്നോരോന്നായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാ നമ്മുടെ ഈ ഒരു ചെമ്മീൻ മുരിങ്ങയ്ക്ക കറി ഉണ്ടല്ലോ, ഇതിലേക്ക് കുറച്ച് കൂടുതൽ മുരിങ്ങയ്ക്കയൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാനെന്ന് പറയുന്നത്, എനിക്ക് തക്കാളി എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു വെജിറ്റബിളാണ്. അപ്പോൾ ഒരുമാതിരി ഏത് കറിയിൽ തക്കാളി, ക്വാണ്ടിറ്റി വൈസ് തക്കാളി കറികളിൽ കൂടുതൽ ഇടുന്നത് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ ലാസ്റ്റത്തെ ആ ഒരു താളിച്ചൂറ്റലുണ്ടല്ലോ, കുറച്ച് കൂടുതൽ വെളിച്ചെണ്ണയിൽ കടുകും കറിവേപ്പിലയും കൊച്ചുള്ളിയും വറ്റൽമുളകും ഒക്കെ ഇട്ടിട്ട് താളിച്ചൂറ്റി നമ്മൾ കുറച്ച് നേരം ഇളക്കാതെ അടച്ചു വെച്ചു. അതിനുശേഷം കുറച്ച് കഴിഞ്ഞപ്പോഴാണ് നമ്മളത് ഇളക്കി മാറ്റിയത്. അടിപൊളിയാണ്. പിന്നെ ഇതാ നമ്മുടെ പച്ച പപ്പായ മെഴുക്ക് പുരട്ടിയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് ഒരുപാട്, ഞാൻ പറഞ്ഞു ഫ്രൈഡേ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് വിഭവസമൃദ്ധമായിട്ടുള്ള കാര്യങ്ങളും ഒന്നും വെക്കുന്നില്ല. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് കയ്യിലിരിക്കുന്ന വെജിറ്റബിൾസും ഐറ്റംസും ഒക്കെ തീർത്തതിന് ശേഷം കുറച്ച് ദിവസമായല്ലോ നമ്മൾ നാടൻ ചോറും കറിയും ഒക്കെ കഴിക്കാൻ തുടങ്ങിയിട്ട്. ഇനിയിപ്പോൾ സാറ്റർഡേയിൽ, വീക്കെൻഡിൽ വേറെ എന്തെങ്കിലും സ്പെഷ്യൽ എന്തെങ്കിലും വെക്കണം എന്നാണ് നമ്മൾ വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ കയ്യിലുള്ള എല്ലാം ആവശ്യത്തിന് ഇന്ന് റെഡിയാക്കിയുള്ളൂ. കാരണം ഇന്ന് ഈ ഒരു ചോറും കറിയൊക്കെ തീർത്തതിന് ശേഷം ഇനിയിപ്പോൾ നെക്സ്റ്റ് ഡേയിൽ നമ്മൾ ബിരിയാണി ആയിട്ടോ ഗീ റൈസ് ആയിട്ടോ എന്തെങ്കിലുമൊക്കെ വെക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാ നമ്മുടെ ഫിഷ് ഫ്രൈയും ഒരുപാടൊന്നും ഉണ്ടായിരുന്നില്ല, 2-3 പീസേ ഫിഷ് ഫ്രൈ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതും നമുക്ക് ആവശ്യത്തിന് വേണ്ട ഐറ്റംസ് എല്ലാം ഇതാ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഐറ്റംസ് എല്ലാം കിച്ചണിൽ നിന്ന് കുക്കിങ്ങും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞതിന് ശേഷം ടേബിളിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മുരിങ്ങയ്ക്ക ചെമ്മീൻ കറി ഉണ്ടല്ലോ, ഇതിന് എനിക്ക് ഏറ്റവും ഇഷ്ടം അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഒരു കോമ്പിനേഷനാണ് ഇതിൻ്റെ കൂടെ പപ്പടവും കൂടെ ഒക്കെ ചേർത്ത് കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കോമ്പിനേഷനാണ്. അപ്പം നമ്മൾ ഇനിയിപ്പോൾ പപ്പടവും കാര്യങ്ങളും കൂടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാ കാസ്ട്രോളിൽ നിന്ന് നല്ല ചൂട് ചോറെടുത്തു. അപ്പോൾ ഇതൊക്കെ എനിക്ക് ആവശ്യത്തിന് വേണ്ട ചോറ് ഞാൻ പ്ലേറ്റിലേക്ക് വിളമ്പിയതിന് ശേഷം ഞാനിതാ എനിക്ക് വേണ്ട ഫിഷ് ഫ്രൈ എടുത്തു. പിന്നെ അതിലേക്ക് പപ്പായ മെഴുക്ക് പുരട്ടി. അപ്പോൾ നമുക്ക് ഇവിടെയൊക്കെ ഈസിലി അവൈലബിൾ ആണ് പച്ച പപ്പായ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊരു മീഡിയം സൈസ് പപ്പായ വാങ്ങിച്ചിട്ട് അത് 2ആയിട്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ ഒരെണ്ണമെന്ന് പറയുന്നത് പപ്പായ തോരന് വേണ്ടിയിട്ട് ഒരു ദിവസം ഒരു പാർട്ട് എടുക്കും. പിന്നെ ഒരു പാർട്ടെന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യും, ഇതുപോലെ മെഴുക്ക് പുരട്ടിക്കൊക്കെ. അപ്പോൾ നമ്മളിങ്ങനെ വെജിറ്റബിൾസൊക്കെ ഡയറ്റിൽ ഇങ്ങനെ നല്ല രീതിയിൽ ഇൻക്ലൂഡ് ചെയ്യുക. ഒരുപാട് വറുത്ത് കരിച്ച് മുരിച്ച് തിന്നുന്നത് വലിയ ഗുണമില്ല എന്നറിയാം. എങ്കിലും ഇടയ്ക്ക് നമ്മുടെ ടേസ്റ്റ് ഒന്ന് എൻഹാൻസ് ചെയ്യാനായിട്ട്, നമ്മുടെ ടേസ്റ്റ് ഒന്ന് കൂട്ടാനായിട്ട് നമ്മൾ കുറച്ച് എണ്ണയിൽ കരിച്ചതും മുരിച്ചതും പൊരിച്ചതും ഒക്കെ തിന്നുന്നു. പിന്നെ അതുപോലെ തന്നെ ഇതുപോലെ ഒഴിച്ചുകറികളും സാമ്പാറും അവിയലും പച്ചടിയും തീയലും ഒക്കെ വെക്കുന്നത് കൊണ്ട് വെജിറ്റബിൾസ് നമ്മൾ നല്ല രീതിയിൽ ഇൻടേക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നും നല്ല രീതിയിൽ വളരെ ഹെൽത്തി ആയിട്ടുള്ള നമ്മൾ പച്ചപ്പപ്പായ മെഴുക്ക് പുരട്ടി വെച്ചപ്പോൾ ഒരുപാട് വെളിച്ചെണ്ണയൊന്നും ഒഴിച്ചില്ല, ഒരു നോർമൽ രീതിയിൽ ആവശ്യത്തിന് കോക്കനട്ട് ഓയിലൊക്കെ ഒഴിച്ച് റെഡിയാക്കി എടുത്തതാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ഇന്നത്തെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ലഞ്ച് എന്ന് പറയുന്നത്. വളരെ തൃപ്തികരമായിട്ടുള്ള ലഞ്ച്. കാരണം 1-2 കൂട്ടം കറികളാണെങ്കിലും നമ്മുടെ ഫേവറേറ്റ് കറികളാണെങ്കിലും നമുക്ക് കഴിക്കാനൊരു പ്രത്യേക താല്പര്യമാണ്. അപ്പോൾ ആവശ്യത്തിന് ചോറ് വിളമ്പി, പിന്നെ അതിലേക്ക് മുരിങ്ങയ്ക്ക, തക്കാളി, ചെമ്മീൻ, ഉണക്കച്ചെമ്മീനാണ്, ചെമ്മീൻ കറി ഒഴിച്ചു. പിന്നെ പച്ച പപ്പായ മെഴുക്ക് പുരട്ടി, പിന്നെ പപ്പടം, പിന്നെ ഒരു കറി, ഒരു പീസ് ഫിഷ് ഫ്രൈ. അപ്പോൾ ഞാൻ ആ ചെമ്മീനാണ് ഞാൻ എടുത്തെടുത്ത് കാണിച്ചത്. അത് ചെറുതായിട്ട് നമ്മുടെ ഉണക്കച്ചെമ്മീൻ ആയതുകൊണ്ട് ഞാൻ എടുത്ത് കാണിച്ചില്ലെങ്കിൽ കാണാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്ത് കാണിച്ചതാണ്. നമുക്കിതുപോലെ തന്നെ നമുക്ക്
പച്ച ചെമ്മീനിട്ടും വെക്കാം. അത് അത്യാവശ്യം സൈസ് ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ വലിയ ചെമ്മീനൊക്കെ ആണെങ്കിൽ നമുക്ക് 2 പീസ് 3 പീസായിട്ട് കട്ട് ചെയ്തിട്ട് ഇടാം. വളരെ തീരെ ചെറിയ ചെമ്മീനൊക്കെ ആണെങ്കിൽ നമുക്ക് ഓരോന്നായിട്ടും ഇട്ടിട്ട് അതിൽ നിന്ന് എടുത്ത് കഴിക്കാനായിട്ട് ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഈ ഒരു തേങ്ങ അരച്ച കറി ഉണ്ടല്ലോ, ഈ ഒരു തേങ്ങ അരച്ച കറിയിലേക്ക് ചക്കക്കുരു ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം. അതുപോലെ തന്നെ പച്ചമാങ്ങ ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. എൻ്റെ കയ്യിലിപ്പോൾ ചക്കക്കുരുവും പച്ചമാങ്ങയൊന്നും ഇരിപ്പില്ലായിരുന്നു. അപ്പോൾ ലഞ്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് മധുരമായിട്ട് എന്തെങ്കിലും കഴിക്കാൻ തോന്നി. അപ്പോൾ എനിക്ക് മാത്രമല്ല എൻ്റെ മക്കൾക്കും ഞങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് കുറച്ച് കുക്കീസും അച്ചപ്പവും ഒക്കെ എടുത്ത് ഞങ്ങൾ ചോറുണ്ടപ്പോഴത്തേനും കുറച്ച് ഐറ്റംസൊക്കെ കഴിച്ചുകൊണ്ടങ്ങിയിരുന്നു. അതിനുശേഷം നമ്മൾ കുറച്ച് നേരം കഴിഞ്ഞ് ഒരു 5:30-6 അടുപ്പിച്ചായി. അപ്പോൾ നമ്മൾ വിചാരിച്ചത് എന്നാന്ന് വെച്ചാൽ മക്കൾക്ക് സാറയ്ക്കും വെക്കേഷനും കാര്യങ്ങളൊക്കെ ആണല്ലോ. അപ്പോൾ വെക്കേഷനാണെങ്കിൽ പോലും നമ്മളങ്ങനെ ഇക്കാക്ക് ഓഫീസും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടും പുറത്തെ ചൂടിൻ്റെ പ്രോബ്ലംസൊക്കെ കാരണം നമ്മളങ്ങനെ പുറത്തൊന്നും പോവാറില്ല. വളരെ കുറവാണ്, പുറത്ത് പോകുന്നത് വളരെ വിരളമായിട്ടാണ്. അപ്പം എങ്കിലും മക്കളെ ഒന്ന് ഫ്രൈഡേയിലോ അല്ലെങ്കിൽ സാറ്റർഡേയ്സിലോ ഒന്ന് പുറത്ത് കൊണ്ടുപോകാനായിട്ട് നമ്മൾ നോക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ വീട്ടിൽ തന്നെ റെഡിയാക്കി കൊടുക്കാനൊക്കെ നോക്കാറുണ്ട്. അപ്പോൾ ഇന്ന് വൈകുന്നേരം പഴംപൊരിയും അതുപോലെ തന്നെ ഞാൻ വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് കുറച്ച് ബ്രെഡ് പൊരിച്ചതും. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇന്നത്തെ ഈവനിങ്ങിന് ഒരു പ്രത്യേകതയുണ്ട്. എൻ്റെ കസിൻസ് ഇന്ന് വരുന്നുണ്ട്. അപ്പോൾ അവർ കുറച്ച് നേരം മുന്നേ വിളിച്ചു. അവരൊരു 5:30 ഒക്കെ ആയപ്പോഴത്തേക്കും അവർ വിളിച്ചിട്ട് അവർ ജസ്റ്റ് ചുമ്മാ നമ്മുടെ വീട്ടിലേക്ക് ഇറങ്ങുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവർ വരുന്നെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് കുറച്ച് പഴം എടുത്ത് പൊരിച്ചു, കുറച്ച് ബ്രെഡ് എടുത്ത് പൊരിച്ചു. പിന്നെ നമ്മളിതാ ഇക്ക ഇപ്പോൾ സമൂസായും അതുപോലെ തന്നെ പരിപ്പ് വടയൊക്കെ വാങ്ങിച്ചു. അപ്പോൾ ഒരു വൈകുന്നേരത്തെ ഒരു ചായയുടെ സമയത്താണ് അവർ വരുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ ആസ്വദിച്ച് ഒരുമിച്ചിരുന്ന് സമൂസയും പരിപ്പ് വടയും അതുപോലെ തന്നെ നമ്മുടെ ബോംബെ ടോസ്റ്റ്, ഫ്രഞ്ച് ടോസ്റ്റും അതുപോലെ തന്നെ ബ്രെഡ് പൊരിച്ചതും അങ്ങനെയെല്ലാം നമ്മുടെ സ്നാക്സും ചായയൊക്കെ കൂട്ടിയിട്ട് കഴിച്ചു. അതിനുശേഷം നമ്മൾ നന്നായിട്ട് കുറച്ച് ലേറ്റായിട്ടാണ് സ്നാക്സും ചായയൊക്കെ കഴിച്ചത്. അതുകൊണ്ട് തന്നെ രാത്രി കാര്യമായിട്ടുള്ള വിശപ്പൊന്നും ആർക്കും ഉണ്ടായിരുന്നില്ല. ഇപ്പോഴും നമ്മുടെ കൂടെ കസിൻസ് ഉണ്ട്, നമ്മളെല്ലാവരുമാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ ഉച്ചയ്ക്കത്തെ കുറച്ച് ലെഫ്റ്റ് ഓവർ ചോറും അതുപോലെ തന്നെ നമ്മുടെ ചിക്കൻ കറിയും പിന്നെ ഫിഷ് കറിയും അതുപോലെ തന്നെ സാമ്പാറും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചത് എന്നാന്ന് വെച്ചാൽ കുറച്ച് ചൂട് പൊറോട്ട വാങ്ങിക്കാം. അപ്പോൾ ഫിഷ് ഫ്രൈയും കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പൊറോട്ട വാങ്ങിച്ച് ആ ഒരു ചിക്കൻ കറി വേണ്ടവർക്ക് ചിക്കൻ കറി എടുക്കാം, ഫിഷ് കറി കൂട്ടി കഴിക്കേണ്ടവർക്ക് അങ്ങനെ കഴിക്കാം, സാമ്പാർ കൂട്ടി കഴിക്കേണ്ടവർക്ക് അങ്ങനെ കഴിക്കാം. പിന്നെ ചോറും കറികളും ഒക്കെ, അതായത് ഫിഷ് ഫ്രൈയും അതുപോലെ തന്നെ സാമ്പാറൊക്കെ കൂട്ടി കഴിക്കേണ്ടവർക്ക് അങ്ങനെ കഴിക്കാം. അപ്പോൾ ഇത് ഞങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. ഞാനും എൻ്റെ കസിനും കഴിക്കാൻ വേണ്ടി എടുത്തതാണ്. ചോറെടുത്തു, അതിലേക്ക് മീൻ കറി ഒഴിച്ചു, പിന്നെ സാമ്പാർ ഒഴിച്ചു, പിന്നെ ഒരു ഫിഷ് ഫ്രൈ, പിന്നെ അത് ഞങ്ങൾ കഴിച്ചു. കുറച്ച് ചോറ് ഞങ്ങളൊക്കെ ഒരുമിച്ചിരുന്ന് കൂട്ടി കഴിച്ചു. അതിനുശേഷം എൻ്റെ ഭയങ്കര ഒരു ഫേവറേറ്റാണ് സാമ്പാറും പൊറോട്ടയും, നല്ല ചൂട് പൊറോട്ടയും അതുപോലെ തന്നെ സാമ്പാറും. അപ്പോൾ അതും ഞാനെടുത്ത് രാത്രി കഴിച്ചു. അപ്പോൾ ഇതൊക്കെയാണ് ഒരു അടിപൊളിയായിട്ട് എല്ലാവരും കൂടെ ഒത്തുകൂടി ഒരുമിച്ച് കഴിക്കുമ്പോഴത്തേനും നമുക്ക് ഭക്ഷണം എന്താണെങ്കിലും അതിൻ്റെ സ്വാദ് കുറച്ച് കൂടും. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കഴിഞ്ഞ ദിവസത്തെ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ എന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത ദിവസം വീക്കെൻഡാണ്, സാറ്റർഡേ ആണ്. അറിയില്ല ഇന്നത്തെ സിറ്റുവേഷൻ, ക്ലൈമറ്റ്, ചൂട് ഒക്കെ കാരണം പുറത്ത് പോകുമെന്ന് ഉറപ്പില്ല. എങ്കിലും പുറത്ത് ഡിന്നറിന് പോവുകയാണെങ്കിൽ എൻ്റെ ഔട്ട്സൈഡ് ഡിന്നർ വിശേഷങ്ങളും എല്ലാം ഞാൻ ഷെയർ ചെയ്യാം. അപ്പോൾ അടുത്ത ദിവസം എൻ്റെ വീക്കെൻഡ് സ്പെഷ്യൽ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേയുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ഇന്നത്തെ ടേസ്റ്റി ഡിഷസ്, ഹോം മെയ്ഡ് ഡിഷസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് 2 ചൂട് പൊറോട്ടയും പിന്നെ കുറച്ച് കൂടുതൽ സാമ്പാറും ഒരു ഫിഷ് ഫ്രൈയുമാണ്. എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കോംബോ ആണ്. ഫിഷ് കറിയും അതുപോലെ തന്നെ ചിക്കൻ കറിയും ഒക്കെ ഉണ്ട്. എങ്കിലും ചൂട് പൊറോട്ട കാണുമ്പോൾ കൂടെ സാമ്പാറുണ്ടെങ്കിൽ എനിക്കെന്തോ അത് കഴിക്കുമ്പോൾ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ഇഷ്ടമാണ്. കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ ക്യാൻറ്റീനിൽ നിന്ന് ഇതുപോലെ ചൂട് പൊറോട്ടയും സാമ്പാറൊക്കെ കഴിക്കായിരുന്നു. ആ ഒരു നൊസ്റ്റാൾജിയ കൂടിയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.